നമസ്കാരം. ലോകശക്തികളുടെ ഉപരോധ ഭീഷണികളെയും സമ്മർദ്ദ തന്ത്രങ്ങളെയും അത്രയ്ക്കങ്ങോട്ട് കാര്യമാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന തങ്ങളുടെ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ. അതായത് ആണവ പരിപാടി നിർത്താനൊന്നും ഉദ്ദേശ്യമില്ല, തുടരുക തന്നെ ചെയ്യുമെന്ന കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ. ആണവോർജ സംഘടനയുടെ തലവൻ മുഹമ്മദ് ഇസ്ലാമി വിദേശ സമ്മർദ്ദങ്ങൾ തങ്ങളുടെ ആണവ പദ്ധതിയെ തടസ്സപ്പെടുത്തില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ ഏർപ്പെടുത്തിയ പുതിയ ഉപരോധങ്ങളെ തുടർന്ന് ആണവ പരിശോധനകളിലെ സഹകരണം നിർത്തിവെക്കാനുള്ള ഇറാന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് ഇസ്ലാമിയുടെ ഈ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. ഇറാനും ലോകശക്തികളും തമ്മിലുള്ള 2015 സംയുക്ത സമഗ്ര പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായ സ്നാപ് ബാക്ക് സംവിധാനം ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ ചേർന്ന് പുനരാരംഭിച്ചതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ഈ നീക്കം ഇറാനുമേൽ UN ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുകയും ആണവ കേന്ദ്രങ്ങളുടെ പരിശോധന പുനരാരംഭിക്കുന്നതിനും ഇറാനും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയും തമ്മിൽ അടുത്തിടെ ഒപ്പുവെച്ച കരാർ ആകെ തകിടം മറിയുകയും ചെയ്തു. പാശ്ചാത്യ രാജ്യങ്ങൾ ഇരട്ടത്താപ്പ് നിലപാടുകൾ സ്വീകരിക്കുകയും മുൻകാല കരാറുകൾ ആവർത്തിച്ച് ലംഘിക്കുകയും ചെയ്തു എന്നും ഇസ്ലാമി ആരോപിക്കുന്നു. ഉപരോധങ്ങൾ, ആക്രമണം, യുദ്ധം, സംഘർഷം, ഗൂഢാലോചന എന്നിവയിലൂടെ ഇറാനെ ദ്രോഹിക്കാൻ നിരന്തരം ശ്രമിക്കുന്ന അമേരിക്കയെ അദ്ദേഹം ശക്തമായി അപലപിക്കുന്നുണ്ട്. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതി നിർത്തലാക്കണമെന്ന അമേരിക്കയുടെ സമീപകാല ആഹ്വാനങ്ങളെ അദ്ദേഹം തള്ളിക്കളഞ്ഞു. ഞങ്ങൾക്കൊരു പ്രാധാന്യവുമില്ല, തങ്ങൾ ആരുടെയും ഉത്തരവുകൾ സ്വീകരിക്കുന്നില്ല എന്ന ഇസ്ലാമിയുടെ മറുപടി അമേരിക്കൻ സമ്മർദ്ദങ്ങളെ ഇറാൻ എത്രത്തോളം അവഗണിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ്. ഇറാന്റെ ആണവ പദ്ധതി എന്നും സമാധാനപരമായിരുന്നു എന്നും അദ്ദേഹം ആവർത്തിച്ച് അവകാശപ്പെടുന്നുണ്ട്. സമീപകാല അമേരിക്ക ഇസ്രയേൽ വ്യോമാക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയെ തളർത്തി എന്ന വാദവും അദ്ദേഹം നിഷേധിച്ചു. ചില ആളുകൾക്കോ കെട്ടിടങ്ങൾക്കോ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കാമെങ്കിലും നമ്മുടെ ശാസ്ത്രജ്ഞരുടെ ആത്മാവിലും മനസ്സിലുമുള്ള അറിവാണ് യഥാർത്ഥ സമ്പത്തെന്നും അത് നശിപ്പിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധ നീക്കങ്ങളെ എതിർക്കുന്നത് ഇറാന്റെ നിലപാടിന് കരുത്തു പകരുന്നുണ്ട്. റഷ്യയുടെ UN പ്രതിനിധി സ്നാപ്ബാക്ക് നടപടിക്രമം നിയമപരമാണെന്ന് റഷ്യ അംഗീകരിക്കുന്നില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ലോകത്തിലെ 130-ലധികം രാജ്യങ്ങൾ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ചതായും ഇറാൻ വാദിച്ചു. ഇത് ലോകത്തിലെ ഭൂരിഭാഗവും ഇറാന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇറാൻ ചർച്ചകൾക്ക് തയ്യാറാണെന്നും എന്നാൽ സ്വന്തം അവകാശങ്ങളെ ഉപേക്ഷിക്കില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാമി തന്റെ നിലപാട് അവസാനിപ്പിച്ചത്. ഞങ്ങളുടെ പാതയും പരിപാടികളും വ്യക്തമാണ്. ഉപരോധങ്ങൾ, ആക്രമണങ്ങൾ, ഭീഷണികൾ എന്നിവ ഉണ്ടായിരുന്നിട്ടും ആണവ പരിപാടി ഇറാൻ നിയന്ത്രണത്തിൽ തുടരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പും അമേരിക്കൻ സമ്മർദ്ദങ്ങളും നിലനിൽക്കെ അന്താരാഷ്ട്ര നിയമങ്ങളെയും സ്വന്തം ശാസ്ത്ര നേട്ടങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇറാൻ സ്വന്തം പാതയിൽ ഉറച്ചു നിൽക്കുന്നത്. ഇറാന്റെ ആണവ പരിപാടി സമാധാനപരമാണെന്ന അവകാശവാദവും ആണവായുധങ്ങൾ നേടാൻ ശ്രമിക്കുന്നില്ലെന്ന നിലപാടും ലോകരാഷ്ട്രങ്ങൾ കൂടുതൽ വിശ്വാസത്തിൽ എടുക്കേണ്ടതുണ്ട്. ഭീഷണികളിലൂടെയല്ല, മറിച്ച് പരസ്പര ബഹുമാനത്തോടെയും നീതിയോടും കൂടിയുള്ള ചർച്ചകളിലൂടെ മാത്രമേ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കൂ എന്ന വ്യക്തമായ സന്ദേശമാണ് ഇറാൻ ലോകത്തിന് നൽകുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച